अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। जो इंसान दुनिया में आया एक दिन उसने रुखसत होना है। ഭൂമിയിൽ വരുന്ന മനുഷ്യൻ ഒരു ദിവസം ഇവിടെ നിന്ന് വിട പറയേണ്ടവനാണ്. ഇത് പ്രകൃതി നിയമമാണ്. ഇതിൽ നിന്ന് ഒരാൾക്കും തന്നെ ഓടിയകലാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലും ഒരുപാടിടങ്ങളിൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ജീവനും മരണത്തിന്റെ രുചി അറിയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ രീതിയിൽ മനുഷ്യൻ എല്ലായ്പ്പോഴും തന്റെ മരണത്തെ മുന്നിൽ കാണേണ്ടതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് മുഖേനയാണ് പിന്നീട് അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധയുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹു തന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കുന്നതിനെ കുറിച്ചും ഈ ഭൂമിയിലുള്ള അല്ല മുഴുവൻ പ്രപഞ്ചത്തിലുമുള്ള സർവ്വതും നശിച്ചൊടുങ്ങുന്നതിനെ കുറിച്ച് വാർത്ത അറിയിച്ചിട്ടുണ്ട്. കേവലം അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഒരു സത്യവിശ്വാസിയുടെ ശ്രദ്ധയെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ പരലോകത്തിലെ ജീവിതത്തിലേക്കാണ് കൂടുതലായി ക്ഷണിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥവും സുദീർഘവുമായ ജീവിതമാണ്. അതിൽ ദാസൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായി മാറാനും അതുപോലെ തന്നെ അനുസരണക്കേടുകൊണ്ട് ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്. നമ്മിൽ ഈ ലോകത്ത് പരലോകത്തിന് പ്രാധാന്യം നൽകുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി പരിശ്രമിക്കുന്നു. ആ യഥാർത്ഥ പ്രേമഭാജനത്തെ സന്തോഷിപ്പിക്കുന്നതിനായി തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിക്കുന്നു. അതല്ലെങ്കിൽ പ്രേമഭാജനം സന്തുഷ്ടനാകുന്ന വിധത്തിൽ ജീവിതം കഴിച്ചുകൂട്ടാൻ പരിശ്രമിക്കുന്നു. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നു. അതിനായി എല്ലാവിധ ത്യാഗങ്ങൾക്കും തയ്യാറാകുന്നു. ഇത്രമാത്രം മുന്നോട്ട് ഗമിക്കുന്നു. അവർക്ക് ദീനീ സേവനമല്ലാതെ മറ്റൊന്നിലും യാതൊരു താല്പര്യവും തോന്നുകയില്ല. അന്യരുടെ അവകാശങ്ങൾ അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളതുകൊണ്ട് നിങ്ങൾ സൃഷ്ടികളോടുള്ള കടമ നിർവഹിക്കുക. ഇതും ദീനാണ്. തങ്ങളുടെ വാഗ്ദാനത്തെ അള്ളാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനായി പൂർത്തിയാക്കുന്നു. അത് നിറവേറ്റുന്നതിൽ മാർഗത്തിലെ ഒരു തടസ്സത്തെയും വകവെക്കുന്നവരല്ല. അവരുടെ മുമ്പിൽ
बीमारी में സുഖത്തിലും ക്ഷേമത്തിലും एक मकसद होता है, ബുദ്ധിമുട്ടിലും സുഖത്തിലും अपने खुदा से ആരോഗ്യത്തിലും രോഗാവസ്ഥയിലും उसे ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. जो ईमान ഞാൻ എന്റെ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നവനായി തീരണം. എന്നിൽ बन सके। ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അമാനത്ത് വേണ്ട വിധം സൂക്ഷിക്കുന്നവനായിരിക്കണം. शुमार उन लोगों में होता है जिनके बारे में अल्लाह ताला फरमाता है, അത്തരത്തിലുള്ള ആളുകൾ मयशी नफ्स അള്ളാഹു ഇപ്രകാരം പറഞ്ഞ ആളുകളുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. വമിനന്നാസി और लोगों में से മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹി. अल्लाह ताला की रजा के हसूल के लिए ജനങ്ങളിൽ ചിലർ തങ്ങളുടെ ജീവൻ അള്ളാഹുവിന്റെ തൃപ്തി സ്വായത്തമാക്കുന്നതിനായി വിൽക്കുന്നവരാണ്. एक सुकून नजर आता है, गोया അവരുടെ മുഖങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു ശാന്തി കളിയാടുന്നു. അഥവാ അവർ ശാന്തി പ്രാപിച്ച ആത്മാവിന്റെ ചിത്രങ്ങളാണ്. हमारे एक बुजुर्ग की वफात കഴിഞ്ഞ ദിവസം जो यकीनन ഈ വിധത്തിലുള്ള का നമ്മുടെ ഒരു മഹാത്മാവ് വഫാത്താവുകയുണ്ടായി. नाम അദ്ദേഹം തീർച്ചയായും ജമാഅത്തിന്റെ ഒരു സമ്പത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് न लहराजूं സയ്യദ് അബ്ദുൽ ഹൈഷ സാഹിബ് എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യത്തിൽ സ്ഥാനം നൽകുമാറാകട്ടെ. अपने फजल से ജമാഅത്തിനുണ്ടായ ഈ നഷ്ടം അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം उनके बेशुमार നികത്തിത്തരുമാറാകട്ടെ. पैदा फरमाए, അദ്ദേഹത്തിന്റെ അളവറ്റ പകരക്കാരെ നൽകുമാറാകട്ടെ. हमेशा അഹ്മദിയത്തിന്റെ ഈ സംഘം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് इस वक्त എല്ലായ്പ്പോഴും വേഗതയിൽ മുന്നോട്ട് കുതിക്കുന്നവരായി തീരാൻ. खैर करूंगा। ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൈഷ സാഹിബിനെ അനുസ്മരിക്കുന്നതായിരിക്കും. 1932 को पूरे ബഹുമാനപ്പെട്ട ഷാ സാഹിബ് कश्मीर में पैदा हुए ജനുവരി 12, 1932 കശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ और ഖുറേലയിലാണ് ജനിച്ചത്. फिर ये कादियान आ गए थे, പിന്നീട് बड़े हुए तो അദ്ദേഹം വലുതായപ്പോൾ കാദിയാനിൽ വന്നു. वहीं से जब पार्टीशन हुई കാദിയാനിൽ വന്നതിനു ശേഷം हिंदो पाक की, तो ये पाकिस्तान आए, ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ कश्मीर में ही थी അവിടെ നിന്ന് പാകിസ്ഥാനിൽ വന്നു. और അദ്ദേഹത്തിന്റെ മാതാവ് കശ്മീരിൽ തന്നെയായിരുന്നു. और फिर 40 साल के बाद उनको जाके मिले सके, അവരുമായി വേർപെട്ടതിനു ശേഷം तो को नहीं मिल सके। അദ്ദേഹം 40 വർഷത്തിന് ശേഷമാണ് പിന്നീട് പോയി കണ്ടത്. 40 വർഷം വരെ അദ്ദേഹത്തിന് തന്റെ മാതാവിനെ കാണാൻ സാധിച്ചില്ല. ഈ വേർപാട് അദ്ദേഹം ദീനിനു വേണ്ടി സഹിച്ചു. मोहल्ला खान यार श्रीनगर അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ ചരിത്രം ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ സയ്യദ് മുഹമ്മദ് ഹുസൈൻ ഷാ സാഹിബ് मजहबी ശ്രീനഗറിലെ ഖാനിയാർ തെരുവിലെ ഗിലാനി സയ്യദ് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. और इलाका ഈ കുടുംബം മതപരമായ അഭിപ്രായ വ്യത്യാസം കാരണം സ്വദേശം വെടിഞ്ഞു. या नाड़वाल നാഡോവാൾ हो गए। അതല്ലെങ്കിൽ നാഡ്വാൾ എന്ന സ്ഥലത്ത് താമസമുറപ്പിച്ചു. एक फरजंद थे सैयद अब्दुल मन्नान शाह साहब, ഇദ്ദേഹത്തിന്റെ ഒരു മകൻ जो സയ്യദ് അബ്ദുൽ മന്നാൻ ഷാ സാഹിബ് ആയിരുന്നു. അദ്ദേഹം യുവത്വത്തിൽ തന്നെ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയായി. उनके बचपन में ही इन्होंने अहमदियत कबूल कर ली थी। അല്ല, അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്ത് സ്വീകരിച്ചു. अहमदियत पर कुर्बान कर दिया था। इंतहाई പീർ മുരീദ് ബന്ധത്തെ അഹമ്മദിയത്തിന് വേണ്ടി ത്യജിച്ചു. ഇദ്ദേഹം അങ്ങേയറ്റം വിനയത്തോടും എളിമയോടും കൂടി ജീവിതം കഴിച്ചുകൂട്ടി. कश्मीर में ജമ്മു കശ്മീരിന്റെ അഹമ്മദിയ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൈഷ സാഹിബിനെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യദ് അബ്ദുൽ ഹൈഷ സാഹിബ് ഷാഹിദ് 1941 കാദിയാനിൽ വന്നു. तकसीम मुल्क के बाद 1945 ഇസ്ലാമിനു വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് മദ്രസ അഹമ്മദിയയിൽ പ്രവേശിച്ചു. രാജ്യത്തിന്റെ വിഭജനത്തിന് ശേഷം 1949 ജംഗ് ജില്ലയിലെ അഹമ്മദ് നഗറിൽ വീണ്ടും ജാമിയ അഹമ്മദിയിൽ പ്രവേശിച്ചു. 1953 മൗലവി ഫാസിൽ പാസായി. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 1955 ജാമിയത്തുൽ മുബശ്ശിരീനിൽ നിന്നും ഷാഹിദ് പാസായി. പിന്നീട് അറബിയിൽ MA-യും സ്ഥാനത്തോടുകൂടി പാസായി. ഒരുപാട് ഗവേഷണപരമായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു.
ഖുദ്ദാമുൽ അഹമ്മദിയായിൽ ഒരു നീണ്ടകാലം അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. 2-3 വർഷം അൻസാറുള്ള മാസികയുടെയും प्रिंटर खालिद മുജല്ല ജാമിയ അഹമ്മദിയയുടെയും എഡിറ്ററായിരുന്നു. ഖാലിദ്, തഷ്ഹീസുൽ അസ്ഹാൻ എന്നിവയുടെ പ്രിന്റർ ആയിരുന്നു ഏകദേശം 12-13 വർഷം. प्रेस के मैनेजर और സിയാഉൽ ഇസ്ലാം പ്രസിന്റെ മാനേജറും പ്രിന്ററുമായിരുന്നു. शिरकतुल इस्लामिया रहे. അൽ ഷിർക്കത്തുൽ ഇസ്ലാമിയയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. पहले मैनेजिंग डायरेक्टर അൽ ഫസൽ ബോർഡിന്റെ സദറായിരുന്നു. डायरेक्टर फजल उमर फाउंडेशन MTA പാകിസ്ഥാന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. नाज़िर इशात थे. ഫസ്ലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടറായിരുന്നു. താഹിർ ഫൗണ്ടേഷന്റെയും कायम मुकाम നാസിർ ഇഷാത്ത് ആയിരുന്നു. ഒരുപാട് കമ്മിറ്റികളുടെ മെമ്പറായിരുന്നു. ആക്ടിംഗ് നാസിർ ആല ആയും അമീറെ മക്കാമിയായും സേവനമനുഷ്ഠിക്കാനും അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. रसानी की तौफीक पाई. बतौर नाज़िर इशात കശ്മീരി ഭാഷയിൽ വിശുദ്ധ ഖുർആന്റെ रूहानी खजाना തർജമ പുനർപരിശോധിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു. कंप्यूटराइज നാസിർ ഇഷാത്ത് എന്ന നിലയിൽ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളുടെ സെറ്റ്, റുഹാനി ഖസായിന്റെ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് എഡിഷന് മേൽനോട്ടം വഹിച്ചു. നിരവധി ഗ്രന്ഥങ്ങളുടെ ആമുഖം എഴുതുകയും ഇൻഡെക്സ് തയ്യാറാക്കുകയും ചെയ്തു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിഇന്റെ വിശുദ്ധ ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിഇന്റെ ലെക്ചറുകൾ ഉൾപ്പെടുത്തിയ ഹോമിയോപ്പതി പുസ്തകത്തിന്റെ തയ്യാറാക്കലിലും അദ്ദേഹം പൂർണ്ണമായും ഭാഗവാക്കായി. मामला വളരെ നല്ല അഭിപ്രായങ്ങൾ നൽകുന്ന വ്യക്തിയും സാധാരണക്കാരനും സന്മനസ്കനും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവനും മൃദു പ്രകൃതക്കാരനും ചിന്തകനും അല്പം മാത്രം സംസാരിക്കുന്നവനുമായിരുന്നു. हर मामले की खूब गहराई से എല്ലായ്പ്പോഴും കൃത്യതയോടെ സംസാരിക്കുമായിരുന്നു. അടിയുറച്ച വൈജ്ഞാനിക പശ്ചാത്തലം ഉള്ളതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും വളരെ ആഴത്തിൽ പഠിക്കുകയും തന്റെ ദൃഢമായ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ജമാഅത്തിന്റെ ഖലീഫമാരിൽ നിന്നും ലഭിക്കുന്ന വൈജ്ഞാനിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും അതിന്റെ റഫറൻസ് കണ്ടുപിടിക്കലും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു. आज तक के मराहल में പുസ്തകങ്ങളുടെ തയ്യാറാക്കൽ, അച്ചടി, പ്രസിദ്ധീകരണം വരെയുള്ള കടമ്പകളിൽ തന്റെ സംഘത്തിന് മാർഗനിർദ്ദേശം നൽകാറുണ്ടായിരുന്നു. आपके कामों का एक വളരെ ആഴത്തിലുള്ള അഭിപ്രായങ്ങൾ നൽകാറുണ്ടായിരുന്നു. फिर അദ്ദേഹത്തിന്റെ ജോലിയിലെ नाज़िर इशात को ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. और जो जैसे कि प्रिंटर पर നാസിർ ഇഷാത്തിന് दूसरे सालों में थे പ്രിന്റിങ്ങിനെ കുറിച്ചുള്ള പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. को चेक करने की बड़ी महारत थी. അദ്ദേഹം അൽ ഫസൽ അതേപോലെ തന്നെ മറ്റു പ്രസിദ്ധീകരണങ്ങളുടെ പ്രിന്ററും പബ്ലിഷറുമായിരുന്നു. टेक्निकल मालूम ഇദ്ദേഹത്തിന് പ്രിന്റിംഗിന്റെ പേപ്പറുകൾ പരിശോധിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരുന്നു. പ്രസ് മിഷനറികളുടെ ഓരോ വസ്തുക്കളും അവയുടെ തരങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണമായാലും പത്രങ്ങളുടെ അച്ചടിയായാലും എല്ലാ കാര്യത്തിലും വളരെ കൃത്യവും വ്യക്തവുമായ നിലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. कि अप्रैल 1945 അബ്ദുൽ ഹൈ ഷാ സാഹിബിനെ കുറിച്ച് അൽ ഫസലിന്റെ പുതിയ എഡിഷനിൽ എഴുതിയിരിക്കുന്നു. 1945 ഏപ്രിൽ ജീവിതം വഖഫ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വഖഫ് സിന്ദയുടെ ഫോറം 1950 നവംബർ 11 പൂരിപ്പിച്ചത്. മുമ്പ് പറഞ്ഞതുപോലെ മിഡിൽ വരെ പഠിച്ചു. പിന്നീട് ജാമിയയിൽ പ്രവേശിച്ചു. जामिया में भी ജാമിയയിൽ പഠിച്ചുകൊണ്ടിരിക്കെ മെട്രിക്കുലേഷന്റെ പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും 6ാം സ്ഥാനം കരസ്ഥമാക്കി വിജയിച്ചു. ജാമിയയിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ വർഷവും 1ാം സ്ഥാനം കരസ്ഥമാക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൗലവി ഫാസിലിന്റെ പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 1956 फरवरी में इनकी पहली तकरीरी हुई. 1955 ഫെബ്രുവരിയിൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നിയമനം നടന്നു. വിവിധ വിഭാഗങ്ങളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. 1982 ജൂൺ 29 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇദ്ദേഹത്തെ നാസിർ ഇഷാത്തായി നിയമിച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ വൈജ്ഞാനിക കാര്യങ്ങളാൽ അലങ്കൃതമായ ദർസുൽ ഖുർആന് റഫറൻസിന് സഹായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദിവസവും തന്റെ ടീമിന്റെ കൂടെ രാത്രി 3 മണിവരെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ ജോലികൾ നിർവഹിച്ചിരുന്നത്. ഏകദേശം മുഴുവൻ കാര്യങ്ങളും എഴുതിക്കൊണ്ട് ലണ്ടനിലേക്ക് ഫാക്സ് ഏതുവരെ ചെയ്യുന്നില്ലയോ അതുവരെ വിശ്രമിക്കാറുണ്ടായിരുന്നില്ല. ഖുതുബകൾക്ക് വേണ്ടിയും വൈജ്ഞാനിക തലത്തിൽ സഹായിക്കാറുണ്ടായിരുന്നു.
ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഖുർആൻ പരിഭാഷയിലും ഹോമിയോ ക്ലാസിന്റെ പുസ്തകത്തിന്റെ ക്രോഡീകരണത്തിന്റെ ടീമിലും മെമ്പറായിരുന്നു. ഈ കാര്യത്തിൽ തന്നിൽ അർപ്പിതമായ എല്ലാ ജോലിയും വളരെ ഉന്നതമായ നിലയിൽ നിറവേറ്റി. വിശുദ്ധ ഖുർആൻ തർജമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആന്റെ പഞ്ചാബി, സിന്ധി, പഷ്തു, സിറായിക്ക് ഭാഷകളിൽ വിശുദ്ധ ഖുർആന്റെ തർജമ പൂർത്തിയാക്കാനും പ്രസിദ്ധീകരിക്കുവാനുമുള്ള തൗഫീക്ക് ലഭിച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരിക്കൽ അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, സെപ്റ്റംബർ 26, 1997 ഖുത്ബ ജുമായിൽ സയ്യദ് അബ്ദുൽ ഹൈഷ സാഹിബിൽ ഞാൻ ഈ പ്രത്യേകത ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കി കൊടുത്താൽ സ്വയം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് അറിയുന്നവരെ അന്വേഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നിർദ്ദേശം നൽകുകയും അദ്ദേഹം തികച്ചും അതുപോലെയുള്ള ഒന്ന് തയ്യാറാക്കാതിരിക്കുകയും ചെയ്ത അവസരം ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഗാധമായ ഒരു ആത്മീയ ദൃഷ്ടി അദ്ദേഹത്തിനുണ്ട്. വളരെ സൂക്ഷ്മതയോടെ പഠനം നടത്തുന്നു. പിന്നീട് 2008 ഞാൻ റുഹാനി ഖസായിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രസിദ്ധീകരണം ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അതും അദ്ദേഹം വളരെ പരിശ്രമത്തോടെ പൂർത്തീകരിച്ചു. കമ്പ്യൂട്ടറൈസ്ഡ് ആയി അച്ചടിച്ച പുതിയ സെറ്റ്, അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ കൂടാതെ അബ്ദുൽ ഹൈഷ സാഹിബ് ഈ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു. അതായത് റുഹാനി ഖസായിന്റെ മുൻ എഡിഷനുകളുടെ പേജുകൾ അനുസരിച്ച് തന്നെയായിരിക്കണം ഈ എഡിഷന്റെ പേജുകളും. കാരണം ജമാഅത്തിന്റെ സാഹിത്യത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി വരുന്ന കാര്യങ്ങൾ റഫറൻസ് തിരയുന്നതിന് എളുപ്പമായി തീരുന്നതിന് വേണ്ടി. ഇതുകൂടാതെ ഈ സെറ്റിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ലേഖനങ്ങളും ചില അറബി പദ്യങ്ങളുമുണ്ട്. അത് മുമ്പ് ചില കാരണങ്ങൾ കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിരുന്നില്ല, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറുദു ഭാഷയിൽ പ്രസിദ്ധീകൃതമായ വിശുദ്ധ ഖുർആന്റെ തർജമയുടെ തുടക്കത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി നന്ദി പ്രകടനം എന്ന തലവാചകത്തിന് താഴെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഈ തർജമയിൽ ഇത് തയ്യാറാക്കുന്നതിൽ ഇവിടെ ലണ്ടനിൽ പണ്ഡിതന്മാരുടെ ഒരു സംഘം എന്നോടൊപ്പം തുടർച്ചയായി ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തിന്റെ മർക്കസായ റബുവയിലും പണ്ഡിതന്മാരുടെ ഒരു ടീം ബഹുമാനപ്പെട്ട സയ്യദ് അബ്ദുൽ ഹൈഷ സാഹിബ് നാസിർ ഇഷാഅത്തിന്റെ നേതൃത്വത്തിൽ തർജമ പുനർപരിശോധിച്ചുകൊണ്ടും വിലയേറിയ അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഈ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കൊറ്റയ്ക്ക് ഇത് സാധ്യമാകുമായിരുന്നില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി 1997 ഒരു കത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, അസംബ്ലിയിൽ അവതരിപ്പിച്ച മെഹസർനാമ പ്രസിദ്ധീകരിച്ചതിനെ സംബന്ധിച്ച് മെഹസർനാമ വളരെ നല്ല നിലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. മാഷാ അല്ലാ, താങ്കൾ വളരെ പ്രയത്നത്തോടും നല്ല നിലയിലുമാണ് ജോലി ചെയ്യുന്നത്. പിന്നീട് ഒരു കത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഷാ സാഹിബിന് എഴുതുകയുണ്ടായി, താങ്കൾ അയച്ച റിപ്പോർട്ട് ഇന്ന തീയതി ലഭിക്കുകയുണ്ടായി. മാഷാ അല്ലാ, വളരെ ഉന്നതമായ നിലയിൽ ജോലി ചെയ്യുന്നു, വളരെ പ്രൊഡക്റ്റീവാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിക്ഷിപ്ത ജോലിയെക്കുറിച്ച് ഒരിക്കലും ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടില്ലാത്ത ഏക നാസിർ താങ്കളാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ, അല്ലാഹുമ്മ സിദ് വബാരിക്. തുടർന്ന് അവിടുന്ന് കത്തിൽ എഴുതുന്നു, അള്ളാഹു താങ്കൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് ജോലി ചെയ്യാനുള്ള തൗഫീക്ക് നൽകി. ഈ എല്ലാ പ്രശംസാ വചനങ്ങളും അദ്ദേഹത്തിൽ കൂടുതൽ വിനയം ഉണ്ടാക്കി, പരിശ്രമത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടായി. പ്രശംസാ വചനങ്ങൾ കേട്ടതുകൊണ്ട് ജോലിയിൽ വീഴ്ചയല്ല ഉണ്ടായത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൽഫൂസാത്തിന്റെ വാല്യങ്ങൾ 10 നിന്ന് 5 മാറ്റുകയുണ്ടായി. ഈ വാല്യങ്ങളിലുള്ള എല്ലാ ഖുർആനിക ആയത്തുകളുടെയും റഫറൻസ് നമ്പർ രേഖപ്പെടുത്തി ആവശ്യാനുസരണം പുതിയ വിഷയങ്ങൾ തയ്യാറാക്കി.
വായനക്കാരുടെ എളുപ്പത്തിനായി എല്ലാ വാല്യങ്ങളുടെയും അവസാനത്തിൽ വിഷയങ്ങൾ, ആയത്തുകൾ, നാമങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയുടെ ഇൻഡെക്സ് പുതുതായി ക്രോഡീകരിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം അല്ല, ഈ വർഷം ജലസയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 5 വാല്യത്തിന് പകരമായി അത് 10 വാല്യങ്ങളിലാക്കി മാറ്റുക. അവിടെയും ഈ വിധത്തിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെറിയ തോതിൽ പോലും ഞങ്ങൾ വളരെ പരിശ്രമിച്ചാണ് ഇതിനെ 5 വാല്യങ്ങളിൽ ഒതുക്കിയതെന്നും ഈ വിധത്തിൽ ഇൻഡെക്സ് തയ്യാറാക്കിയതെന്നും വീണ്ടും ഇതിനെ വിഭജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നൊന്നും തന്നെ പറഞ്ഞില്ല. ഒരു ചെറിയ തോതിൽ ഒന്നും പറയാതെ ശരി, ഞങ്ങൾ ഉടൻ തന്നെ അത് 10 വാല്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്ന് പറയുകയുണ്ടായി. ചെറിയ വാല്യങ്ങൾ അത് വായിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. മൽഫൂസാത്ത് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങളുടെ ഗ്രന്ഥമാണ്. മനുഷ്യൻ യാത്രയിലോ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഏതവസ്ഥയിലും വായിക്കാൻ സാധിക്കുന്നതാണ്. എന്റെ അഭിപ്രായം അനുസരിച്ച് വലിയ വാല്യങ്ങളെക്കാൾ ചെറിയ വാല്യങ്ങളിൽ വായിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. എന്നിരുന്നാലും ഉടൻ തന്നെ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ തഫ്സീറെ കബീർ എന്ന പേരിലുള്ള ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങളുടെ വിലമതിക്കാനാവാത്ത അമൂല്യമായ നിധിശേഖരം, അത് വിവിധ വാല്യങ്ങളിലുണ്ട്. അത് 10 വാല്യങ്ങളുടെ ഒരു സെറ്റാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിക്കുന്നവരുടെ എളുപ്പത്തിനായി വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നാമങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായ സ്ഥലനാമങ്ങളുണ്ട്, പദോൽപത്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഇൻഡെക്സ് ഉണ്ട്. അദ്ദേഹം വിവിധ കമ്മിറ്റികളുടെ മെമ്പറായിരുന്നു. മുഷാവറത്തി പാനൽ, അഹമ്മദിയ ചരിത്ര വിഭാഗം, മജ്ലിസെ ഇഫ്താഹ്, ഖിലാഫത്ത് ലൈബ്രറി കമ്മിറ്റി, മൻസൂബാബന്ദി കമ്മിറ്റി, ഓഡിയോ വീഡിയോ കാസറ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള കമ്മിറ്റി, തബറുക്കാത്ത് സംരക്ഷിക്കുന്നതിനുള്ള കമ്മിറ്റി, ശതവാർഷിക ഖിലാഫത്ത് ജൂബിലി കമ്മിറ്റി എന്നിവയുടെ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അസിറാനെ രാഹെ മൗല ആകുന്നതിനുള്ള ഭാഗ്യവും ലഭിച്ചു. അൽ ഫസൽ ബോർഡിന്റെ സദറായിരുന്നു അദ്ദേഹം. അബ്ദുൽ ഹൈ ഷാ സാഹിബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസുമായി നടത്തിയ ആദ്യത്തെ മുലാഖാത്തിനെ കുറിച്ച് വിവരിക്കുന്നു. പറയുന്നു, ഹുസൂറിന്റെ ഗാംഭീര്യം തുളുമ്പുന്ന വ്യക്തിത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എനിക്ക് ഈ കാര്യം കൂടി ഓർമ്മ വരുന്നു. ഹുസൂർ ജമാഅത്തിന്റെ ചില പ്രധാനപ്പെട്ട ജോലികൾ എന്നെ ഏൽപ്പിച്ചപ്പോൾ, ഹുസൂറുമായുള്ള ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ഹുസൂർ എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ ഹുസൂറിന്റെ മുന്നിൽ ചെന്നപ്പോൾ എന്റെ കൈകൾ ഹുസൂറിന്റെ ഗാംഭീര്യം കണ്ടുകൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഹുസൂർ അങ്ങേയറ്റത്തെ ആർദ്രതയോടുകൂടി വിനീതനോട് പറയുകയുണ്ടായി, നെർവസ് ആകേണ്ട കാര്യമെന്താണ്? ജോലി നല്ല പോലെ എന്നിൽ നിന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് പരിപൂർണ പരിശ്രമത്തോടുകൂടി ചെയ്തു തീർക്കുക. പിന്നീട് ഹുസൂർ എന്റെ കൈകളിലെടുത്തു. അപ്പോൾ എന്റെ ഈ അവസ്ഥ മെല്ലെ ഇല്ലാതായി. ഹുസൂർ വിശ്വസിക്കുന്നതിൽ വേഗത കാണിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ആരിലെങ്കിലും വിശ്വസിച്ചാൽ അവരോട് അങ്ങേയറ്റത്തെ സ്നേഹവും മാർഗനിർദ്ദേശവും ക്ഷമയും മാപ്പും നൽകാറുണ്ടായിരുന്നു, നൽകിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എഴുതുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. അവിടെ പാകിസ്ഥാനിൽ മാസികകളുടെ എഡിറ്റർമാർക്കും പ്രിന്റർമാർക്കും ഒരുപാട് അറസ്റ്റ് വാറണ്ടുകൾ ലഭിക്കാറുണ്ടായിരുന്നു. ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. അതത് ഖലീഫത്തുൽ മസീഹ് സാലിസിന് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ വക്കീലന്മാരെ വിളിച്ച് മീറ്റിംഗ് നടത്തി. അതിനുശേഷം എഴുതുന്നു, ഞങ്ങൾ വന്നപ്പോൾ ഹുസൂർ തന്റെ ഒരു മകനെ അയച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുൽ ഹയ്യിനോട് പറയണം, ഭയപ്പെടേണ്ടതില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ മകൻ പറയുന്നതാണ് ഈ കാര്യം. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പോയതിനു ശേഷം പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ ഇവിടെ നിന്ന് ഷാ സാഹിബും മറ്റും പോയിട്ടുണ്ട്. കേസിന് വേണ്ടി അവർക്ക് ലാഹോറിലോ ഇസ്ലാമാബാദിലോ പോകേണ്ടിയിരുന്നു. അവർ പോയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അവരോട് പോയി പറയുക. അവർ പോയതിനു ശേഷം ഉടൻ തന്നെ ഞാൻ വേവലാതിപ്പെട്ടുകൊണ്ട് ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു ഈ വാക്കുകൾ എന്റെ നാവിലിട്ട് തന്നു, തന്റെ നന്മ നിറഞ്ഞ ദാസന്മാരെ അവൻ ഒരിക്കലും തന്നെ പാഴാക്കുന്നതല്ല. അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല.
അവർക്കെതിരെ വളരെ ഭയാനകമായ കേസാണ് നൽകിയിരുന്നത്. വളരെ സങ്കീർണമായ ഒരു കേസായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എല്ലാ പ്രശ്നവും അവസാനിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനോട് അള്ളാഹു പറഞ്ഞ ഈ കാര്യം ഇതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടിയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ബഹുമാനപ്പെട്ട ഷാ സാഹിബ് അള്ളാഹുവിന്റെ അഭയത്തിൽ വസിക്കുന്ന അള്ളാഹുവിന്റെ നന്മ നിറഞ്ഞ ദാസരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. എന്നാൽ മറ്റൊരവസരത്തിൽ പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായി വന്നു. അദ്ദേഹത്തിന് അസീറാനെ രാഹമോലാകാനുള്ള അവസരവും അള്ളാഹു നൽകി. ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കേസിൽ ഒരു പ്രോംഫ്ലെറ്റിൽ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ഈ വാചകങ്ങൾ എഴുതിയിരുന്നു. ഈ 5 പേരിലാണ് അടിസ്ഥാനം. ഇത് ലജനകളുടെ ഭാഗത്തു നിന്നുള്ള മാസികയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ സെക്രട്ടറി ലജന ഇത് പകർത്തി എഴുതിയ മുഹമ്മദ് അഷ്റഫ് സാഹിബ്, സയ്യദ് അബ്ദുൽ ഹൈഷ സാഹിബ് എന്നിവരുടെ പേരിൽ കേസെടുത്തു. അബ്ദുൽ ഹൈഷ സാഹിബിനെയും മുഹമ്മദ് അഷ്റഫ് സാഹിബിനെയും കുറെ ദിവസം കസ്റ്റഡിയിൽ വെച്ചു. അവരിലുള്ള കേസ് മാസങ്ങളോളം നീണ്ടുനിന്നു. ഷാ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് ഒരു മുറബി സാഹിബ് എഴുതി. തുടക്കത്തിൽ വഖഫെ സിന്ദഗികൾക്ക് അലവൻസ് വളരെ കുറച്ചു മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ചിലവുകൾ കഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഷാ സാഹിബ് പറയുന്നു, ഒരിക്കൽ എന്റെ ഭാര്യാപിതാവ് എന്നോട് പറഞ്ഞു, നീ ഭൗതികമായ നിലയിലും ഒരുപാട് പഠിച്ച ആളാണ്, അതുകൊണ്ട് നീ ദുനിയാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവിടേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ഷാ സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 2 കരാറുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് വിവാഹത്തിന്റേത് താങ്കളുടെ മകളുമായി, രണ്ടാമത്തേത് അള്ളാഹുമായി ജീവിതം വഖഫ് ചെയ്തതുകൊണ്ടുള്ള വാഗ്ദാനം. താങ്കൾ പറഞ്ഞാലും ഞാൻ ഏത് കരാറാണ് ലംഘിക്കേണ്ടത്? പറയുന്നു, ഞാൻ അല്പനേരത്തിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യത്തെ വാഗ്ദാനത്തെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ വാഗ്ദാനം ലംഘിക്കട്ടെ. എന്നാൽ അത് എങ്ങനെ സാധ്യമാകാനാണ്? ഇത് കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് നിശബ്ദനായി. പിന്നീട് ഒരിക്കലും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അബ്ദുൽ ഹൈഷ സാഹിബ് പറയുന്നു, ഇതിനുശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് മുഴുവൻ ജീവിതവും അള്ളാഹു അളവറ്റ നിലയിൽ നൽകുകയുണ്ടായി. പഴയകാല മഹത്തുക്കളിൽ ഇതും ഒരു നല്ല പ്രകൃതമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സമയത്തുള്ള അവസ്ഥ കണ്ട് മനുഷ്യ സഹജമായ വ്യാകുലതയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ട് പൂർണ്ണമായും നിശബ്ദനായി. അള്ളാഹുമായിട്ടുള്ള കരാർ ലംഘിക്കുന്നതിനെ കുറിച്ച് ഒരു അഹമ്മദിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഷാ സാഹിബിന്റെ തവക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സമയത്തെ തവക്കലിന്റെയും അള്ളാഹുവിലുള്ള കരാറിന്റെ പാലനത്തിന്റെയും ഫലമായി അള്ളാഹുവും ഇത്രമാത്രം നൽകുകയുണ്ടായി. പറയുന്നു, മുഴുവൻ ജീവിതത്തിലും എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. തന്റെ കീഴിലുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നതിലും മറ്റും അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പറയുന്നു, ഷാ സാഹിബിന്റെ കൂടെ 15 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം കോപം പ്രകടിപ്പിച്ച ഒരു സംഭവമല്ലാതെ മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മയില്ല. അത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ചില തെറ്റിദ്ധാരണ നിമിത്തം ഞങ്ങൾ ഒരു ഓഫീസിന് കുറച്ച് പുസ്തകങ്ങൾ ഷാ സാഹിബിനോട് പറയാതെ നൽകി. ഒരു സഹോദരൻ ഷാ സാഹിബിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷാ സാഹിബ് വളരെയധികം കോപിച്ചു. ഷാ സാഹിബിന്റെ അനിഷ്ടം കാരണം ഞാൻ 2 ദിവസം അദ്ദേഹത്തിന്റെ റൂമിൽ പോയില്ല. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം എന്നെ തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു, പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിൽ ബിസ്ക്കറ്റും മറ്റും ഉണ്ടായിരുന്നു. അത് എനിക്ക് നൽകി. അദ്ദേഹത്തിന്റെ സഹായിയായ മറ്റൊരു ഉദ്യോഗസ്ഥൻ എഴുതുന്നു, മുഹമ്മദ് ഇക്ബാൽ സാഹിബ് 20 വർഷമായി അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എല്ലായ്പ്പോഴും ആൺമക്കളോട് പെരുമാറുന്നത് പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. ഉദ്യോഗസ്ഥരോട് എല്ലായ്പ്പോഴും സ്നേഹത്തോടുകൂടി മാത്രമേ പെരുമാറാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അങ്ങേയറ്റം ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അഥവാ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സഹായിച്ചാൽ മറ്റുള്ളവർക്ക് അത് അറിയാൻ പോലും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായ ജോലി ചെയ്യുമ്പോൾ അതിന്റെ അവകാശം പൂർണ്ണമായി നൽകുമായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ എത്രമാത്രം സഹായിക്കാൻ സാധിക്കുമോ സഹായിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെയും ഒരുപാട് ആവശ്യക്കാരെ സഹായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വിശാലതയെക്കുറിച്ച് ഇവിടെയുള്ള അറബി ഡെസ്കിന്റെ ഇൻചാർജ് ആയ അബ്ദുൽ മോമിൻ സാഹിബ് ആമിർ എഴുതുന്നു, വിനീതൻ റുഹാനി ഖസായിന്റെ തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത് മുതൽ
അദ്ദേഹവുമായി ബന്ധമുണ്ട്. വിനീതന് ചില ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ ആവശ്യം ഉണ്ടാകേണ്ടിയിരുന്നു. ബഹുമാനപ്പെട്ട ഷാ സാഹിബ് എല്ലായ്പ്പോഴും തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഗവേഷണാത്മകവും പണ്ഡിതോചിതവുമായ നിലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി. വിനീതന്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും തന്നെ തെളിവുകളിൽ അധിഷ്ഠിതമായതും തൃപ്തികരവും ചോദ്യത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതും അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെയും സ്വഭാവ മഹിമയുടെയും തേൻ നിറഞ്ഞു തുളുമ്പുന്നതുമായിരുന്നു. അഥവാ വിനീതൻ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഈ പരമ്പര അവസാന ശ്വാസം വരെ നിലനിന്നു. മുബഷിർ അയാസ് സാഹിബ് എഴുതുന്നു, ജാമിയയുടെ വാർഷിക ടൂർണമെന്റിൽ സമ്മാനദാന ചടങ്ങിലേക്കായി ജമാഅത്തിലെ മഹത്തുക്കളിൽ നിന്ന് ചില പ്രത്യേക അതിഥികളെ ക്ഷണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ക്ഷണിക്കപ്പെട്ട മഹാത്മാവിനെ കുറിച്ച് പ്രിൻസിപ്പൽ സാഹിബ് ജാമിയ അഹമ്മദിയ പറയുകയുണ്ടായി, ജോലി ചെയ്യുന്ന ആളുകൾ വിവിധ തരത്തിലുണ്ട്. ചിലർ കൈകൊണ്ട് ജോലി ചെയ്യുകയും മറുകൈകൊണ്ട് കൈയടിക്കുകയും ചെയ്യുന്നു. അതായത് തങ്ങളുടെ ജോലിയെ പ്രചരിപ്പിക്കുന്നു. പറയുന്നു, ഞങ്ങൾ അങ്ങനെ ജോലി ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തു. ചിലർ രണ്ട് കൈകൊണ്ടും കൈയടിക്കുന്നവരാണ്. ജോലി ഒന്നും തന്നെ ചെയ്യാറില്ല. ബഹളവും പ്രോപ്പഗണ്ടയും കൂടുതലായിരിക്കും. ചില ആളുകൾ രണ്ട് കൈകൊണ്ടും ജോലി ചെയ്ത് കൊണ്ടിരിക്കും. അവരുടെ ജോലി മറ്റുള്ളവർ കാണുന്നതിനെ കുറിച്ചോ അവരെ പ്രശംസിക്കുന്നതിനെ കുറിച്ചോ അവർക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് അത്തരത്തിലുള്ള ഒരു ജമാഅത്തിന്റെ സേവകൻ നമ്മുടെ അതിഥിയാണ്, അഥവാ സയ്യദ് അബ്ദുൽ ഹൈ ഷാ സാഹിബ്. ഇത് 100% ശരിയായ കാര്യമാണ്. ഞാൻ എല്ലായ്പ്പോഴും കണ്ടിട്ടുള്ളത് വളരെയധികം നിശബ്ദനായിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗിയായിരുന്നു. കാലുകൾ നീരു വന്ന് വീങ്ങാറുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ചോദിച്ചു, താങ്കൾക്ക് കാലുകൾ ഇങ്ങനെ നീരു കെട്ടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലേ? പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ജോലിയിൽ ഇത്രമാത്രം ഒഴുകുമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അഞ്ചുമന്റെ ഇജ്ലാസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സംസാരിക്കുമ്പോൾ വളരെ ദൃഢമായ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു. മുബഷിർ അയാസ് സാഹിബ് തന്നെ എഴുതുന്നു, വിനീതൻ അദ്ദേഹവുമായി അല്പം അടുക്കാൻ സാധിച്ചപ്പോൾ കുറച്ചു കാലം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായും ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തെ നിശബ്ദനായ, ലളിത പ്രകൃതക്കാരനായ, അങ്ങേയറ്റം പരിശ്രമിക്കുന്നതോടൊപ്പം മറ്റനേകം പ്രത്യേകതകളുടെ ഉടമസ്ഥനായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഓഫീസിൽ വന്ന ഉടനെ ജോലിയിൽ മുഴുകുമായിരുന്നു. പഞ്ചാബിയിലുള്ള ഒരു ചൊല്ലു തന്നെയുണ്ട്, തലമറന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഓഫീസിലെ കത്തുകൾ മുതൽ റൂഹാനി ഖസായിന്റെയും വിശുദ്ധ ഖുർആന്റെയും പ്രൂഫ് റീഡിംഗ് വരെ സ്വയം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഈ അസൂയപ്പെടേണ്ട, അനുകരിക്കപ്പെടേണ്ട ജമാഅത്തിന്റെ സേവകന് എപ്പോഴാണ് അവധിയായതെന്നോ ആളുകൾ പോയിരിക്കുന്നുവെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ജോലി ചെയ്ത് കാലുകൾ നീര് വന്നു വീങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ഈ അള്ളാഹുവിന്റെ ദാസൻ ജോലി മാത്രം ചെയ്യാറുണ്ടായിരുന്നു. യാതൊരുവിധ സ്വയേച്ഛയുമില്ലാതെ സ്വയം മറന്ന് ജോലി ചെയ്യുമായിരുന്നു. ഒരു ലളിത പ്രകൃതക്കാരനായ മനുഷ്യനായിരുന്നു. വളരെ അടുത്തു നിന്ന് വിനീതന് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രകടനാത്മകതയോ കാണിച്ചുകൂട്ടലോ സ്പർശിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. മൃദുലതയും കണ്ണടക്കലും അങ്ങേയറ്റത്തതായിരുന്നു. ജമാഅത്തിന്റെ ചരിത്രത്തിന്റെ ഒരു വലിയ കലവറയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണിരുന്നത്. സ്വയം കണ്ടിട്ടുണ്ട്. ജമാഅത്തിന്റെ പണം വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കിയതിനു ശേഷം, എന്നല്ല പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചിലവഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ജമാഅത്തിന് പണം പാഴായി പോകരുത് എന്ന ചിന്ത വളരെയധികം ഉണ്ടായിരുന്നു. തന്റെ ജോലിക്കാരോടെല്ലായ്പ്പോഴും സഹാനുഭൂതിയോടും മൃദുലതയോടും അവരുടെ കുറ്റങ്ങൾ മറച്ചുപിടിക്കുന്ന സ്വഭാവത്തോടും കൂടി പെരുമാറി. ഒരു ദീർഘകാലം രോഗിയായിരുന്നു. എന്നാൽ രോഗത്തെ തന്റെ ജോലിക്ക് തടസ്സമായി ഗണിച്ചില്ല. മറ്റൊരു സാഹിബ്, അവിടുത്തെ മുറബി സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ അഹംഭാവത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ ഒരു കണിക പോലും ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ യാതൊരുവിധ സ്വയേച്ഛയുമില്ലാതെ ലളിത പ്രകൃതക്കാരനായ നല്ല സ്വഭാവത്തിലുള്ള വ്യക്തിയായിരുന്നു. മറ്റൊരു മുറബി സാഹിബ് എഴുതുന്നു, റൂഹാനി ഖസായിന്റെ ജോലി നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നുവെന്നത് ആ സംഭവത്തിൽ നിന്നും വിനീതന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സംഭവം ഇപ്രകാരമാണ്. ഹെൻറി മാർട്ടിൻ ക്ലാർക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും ജഡ്ജിയുടെ പേര് ഡഗ്ഗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ റൂഹാനി ഖസായിന്റെ 15-ാം വാല്യത്തിൽ തരിയാഖുൽ ഖുലൂബ് എന്ന പുസ്തകത്തിൽ 349-ാമത്തെ പേജിൽ ജഡ്ജിയുടെ പേര് JR ഡ്രാമണ്ട് എന്നും
സ്ഥലത്തിന്റെ പേര് പഠാൻകോട്ട് എന്നും എഴുതിയിട്ടുണ്ട്. ഈ ജോലികൾക്കായി റിസർച്ച് സെല്ലിനെയും അഹമ്മദിയ ചരിത്ര വിഭാഗത്തിലേക്കും എഴുതി. ഇത് എന്താണ് കാര്യം? രണ്ടു വിഭാഗക്കാരുടെയും അഭിപ്രായം ഇതായിരുന്നു. ഇത് എഴുതിയപ്പോഴുണ്ടായ മറവിയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഷാ സാഹിബിന്റെ അഭിപ്രായം ഇതായിരുന്നു, ഇത്രയും വലിയ മറവി ഒരിക്കലും സംഭവിക്കുകയില്ല. അദ്ദേഹം ഇതിനു മുകളിൽ യാതൊരുവിധ പ്രൂഫ് നോട്ടും നൽകിയില്ല. അത് അതേപോലെ തന്നെ നിലനിർത്തി. എന്നാൽ റുഹാനി ഖസായിന്റെ 18-ാം വാല്യത്തിൽ നുസൂൽ മസീഹിന്റെ ജോലി നടക്കുന്ന അവസരത്തിൽ അവിടെ 578-ാമത്തെ പേജിൽ ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് പിന്നീട് 1.5 വർഷത്തിന് ശേഷം പിടിക്കപ്പെട്ടു. അപ്പോൾ അയാളോട് അതേ കാര്യം വീണ്ടും ചോദിച്ചു. അപ്പോൾ അയാളുടെ വിവരണത്തിൽ ഉറച്ചു നിന്നു. ഞാൻ ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചത് അനുസരിച്ചാണ് പറഞ്ഞത്. 2ാം പ്രാവശ്യം പിടിക്കപ്പെട്ടപ്പോഴുള്ള ജഡ്ജിയുടെ പേരായിരുന്നു ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിരുന്നത്. പിന്നീട് എഴുതുന്നു, ഷാ സാഹിബ് ഒരിക്കലും അസ്വസ്ഥതപ്പെടാറുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും തന്റെ ജോലിക്കാരോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളായിരുന്നു. റബോയിലെ ഖിലാഫത്ത് ലൈബ്രറിയുടെ ലൈബ്രറിയൻ എഴുതുന്നു, ജനങ്ങൾക്ക് വളരെ പ്രയോജനമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ജമാഅത്തിന്റെ ജോലികൾ അങ്ങേയറ്റത്തെ പരിശ്രമത്തോടുകൂടി ചെയ്യുന്നത് വിനീതൻ കണ്ടിട്ടുണ്ട്. രോഗിയായിരുന്നിട്ടും മുഴുവൻ സമയവും ജോലി ചെയ്യാറുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കാലുകളിൽ നീര് വന്ന് വീങ്ങാറുണ്ടായിരുന്നു. ഹൃദ്രോഗവും ഉണ്ടായിരുന്നു. എഴുതുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നിന്ന് ബറാഹീനെ അഹമ്മദിയായുടെ എഡിഷനുകൾ ചെക്ക് ചെയ്യുക എന്ന ജോലി ലഭിക്കുകയുണ്ടായി. വിവിധ എഡിഷനുകൾ ചെക്ക് ചെയ്യുക എന്ന ജോലി ഞാൻ ഏൽപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഷാ സാഹിബ് ലൈബ്രറിന് സന്ദേശം അയച്ചു. ബറാഹീനെ അഹമ്മദിയയുടെ എത്ര എഡിഷനുകളുണ്ടോ അതെല്ലാം തന്നെ ഒരുമിച്ചു കൂട്ടി ഒരു കാർട്ടൂണിൽ ഇടുക. ഞങ്ങൾ ബറാഹീനെ അഹമ്മദിയയുടെ എല്ലാ എഡിഷനുകളും ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ചെക്ക് ചെയ്യാനായി കൊണ്ടുവരട്ടെ. പറഞ്ഞു, എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, ഞാൻ അങ്ങോട്ട് വരാം. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നിട്ടും ലൈബ്രറിയിൽ വരികയും ബറാഹീനെ അഹമ്മദിയയുടെ എല്ലാ എഡിഷനുകളും ചെക്ക് ചെയ്യുകയും ചെയ്തു. പഴയ എഡിഷനുകളിൽ ഒന്നും തന്നെ പാഴായി പോകരുത് എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നത് ഉചിതമാക്കി മനസ്സിലാക്കിയത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ചെക്ക് ചെയ്തു. നമ്മുടെ അറബി ഡെസ്കിലെ അഹമ്മദ് നഈം സാഹിബ് എഴുതുന്നു, തഫ്സീറെ കബീറിന്റെ വിശദമായ ഇൻഡെക്സ് കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത അവസരത്തിൽ തയ്യാറാക്കൽ വളരെ ശ്രമകരവും സൂക്ഷ്മതാവശ്യവുമായ ഒരു പരിശ്രമമായിരുന്നു. അത് അദ്ദേഹം വളരെ പരിശ്രമത്തോടു കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ വിനയം ഇതാണ്. ഇപ്പോഴുള്ള റുഹാനി ഖസായിനിൽ ഏതാനും ചില പ്രിന്റിംഗിന്റെ തെറ്റുകൾ അവശേഷിച്ചിട്ടുണ്ട്. തർജ്ജമയുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹം എവിടെയെല്ലാം തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ വളരെ ധൈര്യത്തോടെ തെറ്റുകളെ അംഗീകരിച്ചു. എവിടെയെല്ലാം ചില വിശദീകരണങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നോ അത്തരം അവസരങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചിരുന്നു. വളരെ പരിശ്രമത്തോടെയാണ് അദ്ദേഹം പ്രൂഫ് റീഡിംഗ് നടത്തിയിരുന്നത്. എന്നാൽ മനുഷ്യ സഹജമായ തെറ്റുകൾ പിന്നെയും അവശേഷിക്കും. എന്നാൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. ഇത്ര മനോഹരമായ പ്രിന്റ് പ്രസിദ്ധീകൃതമായി, എന്നാൽ ഇതിൽ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഒരു മുറബി സിൽസില കലീം താഹിർ സാഹിബ് പറയുന്നു, ഞാൻ 11 വർഷത്തിൽ എല്ലായ്പ്പോഴും തന്നെ അദ്ദേഹത്തെ ജോലിയിൽ മുഴുകിയിരിക്കുന്നവനായിട്ടാണ് കണ്ടത്. വളരെയധികം നിശബ്ദനായ ഒരു സേവകനായിരുന്നു. എല്ലാ ജോലിയും വളരെയധികം പരിശ്രമത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യാറുണ്ടായിരുന്നു. ഈ പ്രായത്തിലും മാഷാ അല്ലാഹ് ഇത്രമാത്രം ജോലി ചെയ്യുന്നത് കണ്ട് അത്ഭുതം തോന്നുമായിരുന്നു. ഓഫീസ് സമയത്തിന് ശേഷം വൈകുന്നേരം അറബിക് ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു. റുഹാനി ഖസായിന്റെ ജോലി നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഓരോ പുസ്തകത്തിന്റെയും പ്രൂഫ് ഓരോ വാക്കും വായിച്ച് നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വളരെ വലിയ പണ്ഡിതനായിരുന്നു. വളരെയധികം പരിശ്രമിക്കുന്ന വഖഫെ സിന്ദഗിയായിരുന്നു. തന്റെ പഴയ മുബല്ലിഗീങ്ങളോട് പറയാറുണ്ടായിരുന്നു, സദർ അഞ്ജുമൻ അഹമ്മദിയായുടെ ആ കാലവും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം ലാളിത്യമുണ്ടായിരുന്നു. മിതവ്യയത്തിന്റെ പേരിൽ ഒരുപാട് സൗകര്യങ്ങൾ അനാവശ്യമായി മനസ്സിലാക്കിയിരുന്നു. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പഴയ ഓഫീസിന്റെ മേൽക്കൂരയിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഇപ്പോൾ എല്ലായിടത്തും കറന്റിന്റെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പൈപ്പുള്ള സ്ഥലത്ത് ഒരു പങ്കുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു കയറും. ആർക്കെങ്കിലും കാറ്റ് ആവശ്യമായിരുന്നുവെങ്കിൽ അവർ ആ കയറ് പിടിച്ചു വലിക്കുമായിരുന്നു. കറണ്ടോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുകയുണ്ടായി, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അധിനിവേശ കശ്മീരിന്റെ ഏതോ ഭാഗത്ത് ഒരു സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തെ അയച്ചു. റാവൽപിണ്ടിയിൽ എത്തിയപ്പോൾ ഒരു വണ്ടിയും കിട്ടിയില്ല. എന്തെങ്കിലും വണ്ടിക്കുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ താമസിക്കും. ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പന ആദ്യ സമയത്ത്
തന്നെ നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം റാവൽപിണ്ടിയിൽ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചു വന്നതും കാൽനടയായിട്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഹുസൂറിന്റെ സന്ദേശം പറയപ്പെടുന്ന സ്ഥലത്തെ ജനങ്ങളിൽ എത്തിച്ചു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തിയിരുന്നു. അവരുടെ വിവാഹം ഒരു മുറബിയുമായി നടത്തി. അവരെ എല്ലായ്പ്പോഴും കുട്ടികളെ പോലെ വളർത്തി. എല്ലായ്പ്പോഴും അവരുടെ ക്ഷേമം അന്വേഷിക്കുമായിരുന്നു. സമ്മാനങ്ങളും ഉപഹാരങ്ങളും അയച്ചു കൊടുക്കുമായിരുന്നു. വീട്ടിലും കുട്ടികളോട് വളരെ നല്ല നിലയിലാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടികൾ പറയുന്നു, ഒരിക്കലും തന്നെ വീട്ടിൽ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചതായി അല്ലെങ്കിൽ ശാസിച്ചതായി ഞങ്ങൾക്ക് ഓർമ്മയില്ല. കുട്ടികളുടെ ആത്മാഭിമാനത്തെ വളരെയധികം പരിഗണിച്ചിരുന്നു. വളരെ ഉന്നതമായ നിലയിൽ തർബീയത്ത് നൽകി. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ലാളിത്യം പ്രകടമായിരുന്നു. പ്രകടനാത്മകതയോട് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സഹനത്തിന്റെ ഉത്തമം ഉദാഹരണമായിരുന്നു. ഒരിക്കലും തന്നെ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുമായിരുന്നില്ല. രോഗമായാലും മറ്റു വല്ല ബുദ്ധിമുട്ടുകളായാലും ശരി, ഇത്രമാത്രം ക്ഷമിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് അധിനിവേശ കശ്മീരിലായിരുന്നു. അവരുടെ വഫാത്തിന്റെ വാർത്ത കത്ത് മുഖേന ലഭിച്ചപ്പോൾ വളരെയധികം ക്ഷമയോടെ ആ ദുഃഖം വഹിച്ചു. ഒരുപാട് ദിവസം ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതിഥി സൽക്കാരം വളരെ കൂടുതലായിരുന്നു. കശ്മീരിൽ നിന്ന് ജലസാ സാലാനയുടെ അവസരത്തിൽ അതിഥികൾ വരുമ്പോൾ മുഴുവൻ വീടും അവർക്ക് നൽകി തന്റെ മക്കളോടൊത്ത് സ്വയം സ്റ്റോറിൽ പോകുമായിരുന്നു. വഖഫിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനായി എല്ലായ്പ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാന സമയം വരെ ഇതിനെക്കുറിച്ച് ചിന്താകുലനായിരുന്നു. അവസാന വർഷങ്ങളിൽ പല പ്രാവശ്യം തന്റെ മക്കളുടെ അടുത്ത് പുറം രാജ്യങ്ങളിൽ പോയി. ഇദ്ദേഹത്തിന്റെ ഏകദേശം എല്ലാ മക്കളും വിദേശത്താണ്. ഇദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ അഹമ്മദ് അയാസ് സാഹിബ് ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ ചെയർമാനാണ്. കുട്ടികളുടെ അടുത്തു വന്നപ്പോൾ പ്രിയപ്പെട്ടവരും കുട്ടികളും നിർബന്ധിച്ചു ഇനി ഇവിടെ താമസിച്ചാൽ മതിയെന്ന്. എന്നാൽ പറയുമായിരുന്നു, ഞാൻ ജീവിതമാണ് വഖഫ് ചെയ്തത്, കുറച്ച് സമയമല്ല വഖഫ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും നീര് വരാറുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഓഫീസിൽ പോവുകയും തന്റെ ജോലി മുടങ്ങാൻ അനുവദിക്കുമായിരുന്നില്ല. അവസാന രോഗത്തിലും 5 തവണ ആശുപത്രിയിൽ പോയി. എന്നാൽ ഇപ്പോഴും ഡോക്ടറോട് ചോദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഓഫീസിൽ പോകാൻ എപ്പോഴാണ് സാധിക്കുക എന്നായിരുന്നു. വഫാത്തിന് 1-2 ദിവസം മുമ്പ് ഓഫീസിൽ പോയി അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവിടെ നിന്ന് നേരെ ചെക്കപ്പ് ചെയ്യുന്നതിനായി 12 മണിക്ക് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർമാർ അഡ്മിറ്റ് ചെയ്തു. അവിടെയും ഓഫീസിലെ ജോലികൾ ചെയ്യാറുണ്ടായിരുന്നു. കിടന്നുകൊണ്ടും ഇരുന്നും പേപ്പറുകൾ ജോലിക്കാർ കൊണ്ടുവരാറുണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവസാന ദിവസം പറഞ്ഞു, ദുആ ചെയ്യുക, അള്ളാഹു നിങ്ങളുടെ സഹായിയും സംരക്ഷകനുമായി തീരട്ടെ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മരണസമയം സമീപസ്ഥമായിരിക്കുന്നുവെന്ന്. പറഞ്ഞു, എന്റെ ഫ്ലൈറ്റിന്റെ സമയമായിരിക്കുന്നു. ഇവിടെ നിന്ന് പോകുന്ന ഫാക്സുകൾക്ക് എല്ലായ്പ്പോഴും തന്നെ തന്റെ കൈകൊണ്ട് മറുപടി എഴുതുമായിരുന്നു. ഇതുവരെയും അവസാനം എനിക്ക് വന്ന കത്ത് പോലും തന്റെ കൈകൊണ്ട് എഴുതിയതാണ്. ഒരു ക്ലാർക്കിനെ കൊണ്ടും ഒന്നും എഴുതിക്കുമായിരുന്നില്ല. കമ്പോസ് ചെയ്യാറുണ്ടായിരുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ സാവധാനമാണ് എഴുതിയിരുന്നത്. എന്നാൽ ബലഹീനത കാരണം അദ്ദേഹത്തിന്റെ കൈ വിറക്കാറുണ്ടായിരുന്നു. എന്നാലും സമയമെടുത്തെഴുതാറുണ്ടായിരുന്നു. 14 ഡിസംബറിന് 11:30 മണിവരെ ഓഫീസിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ വഫാത്തായി. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഓഫീസിൽ വെച്ച് തന്നെ നടക്കണമെന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു, റൂഹാനി ഖസായിന്റെ മുഴുവൻ തെറ്റുകളുമായി ബന്ധപ്പെട്ട ജോലി പൂർത്തിയാക്കി ഈ ജോലിയിൽ നിന്ന് വിരമിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. എന്നാൽ അതിനുള്ള കാലാവധി ലഭിച്ചില്ല. നസാരത്ത് ഇഷാത്തിലെ ഒരു മുറബി സാഹിബ് എഴുതുന്നു, അബ്ദുൽ ഹൈ ഷാ സാഹിബിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു, ഡിസംബർ 17 ഷാ സാഹിബ് സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ വന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ലേ? ഷാ സാഹിബ് പറഞ്ഞു, ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. കുറച്ചു സമയത്തിന് ശേഷം ഷാ സാഹിബ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ടിക്കറ്റും എടുത്തു, ബോർഡിംഗും ആയി. ഷാ സാഹിബ് വഫാത്തായ ദിവസം 10 മണിയോടടുത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്തു. അതിനുശേഷം ഷാ സാഹിബ് തന്റെ മകൻ ഇമ്രാനെ വിളിപ്പിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. മകന് കാര്യം മനസ്സിലായില്ല. കാര്യം മനസ്സിലാക്കാൻ അടുത്ത് ചെന്നു. എന്നാൽ ഇതിനുശേഷം മരണം സംഭവിച്ചു. മറ്റൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. ഈ ജമാഅത്തിന്റെ സേവകൻ അവസാന ശ്വാസം വരെ ജമാഅത്തിനായി വഖഫ് ചെയ്തു. കഴിവിന്റെ പരമാവധി ജമാഅത്തിന്റെ ജോലികൾക്ക് മറ്റു ജോലികളെക്കാൾ പ്രാധാന്യം നൽകി. ഷാ സാഹിബ് ദീനി വിദ്യാഭ്യാസം സ്വായത്തമാക്കി. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു.
അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു. കേവലം അറിവ് സമ്പാദിക്കുക മാത്രമല്ല ചെയ്തത്. വിവിധ തരക്കാരായ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ വിവരിച്ചതുപോലെ അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുന്നവനായി തീർന്നു. അതിനായി എല്ലായ്പ്പോഴും പരിശ്രമിച്ചു. ഞാൻ നാസ്രാല ആയിരുന്ന അവസരത്തിലും അദ്ദേഹത്തെ പൂർണ്ണമായും അനുസരിക്കുന്നവരായി കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം നാസിർ ഇഷാത്തായിരുന്നു. അള്ളാഹു എന്നെ ഖിലാഫത്തിന്റെ പുതപ്പണിയിപ്പിച്ചപ്പോൾ ഷാ സാഹിബിനെ ആത്മാർത്ഥതയിലും കൂറിലും മുമ്പത്തേക്കാൾ വളരെയധികം മുന്നേറിയവനായി കാണാൻ സാധിച്ചു. നിശ്ചയമായും ഖിലാഫത്തുമായി ഈ വിധത്തിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഉണ്ടാവേണ്ടിയിരുന്നതും. ബയ്യത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന തന്റെ മുഴുവൻ ശക്തി കൊണ്ടും അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. കാലത്തിന്റെ ഖലീഫക്കും അഹമ്മദിയ ഖിലാഫത്തിനും എല്ലായ്പ്പോഴും ഈ വിധത്തിലുള്ള ജീവത്യാഗം ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ശക്തരായ സഹായികളെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഏതാനും ജനാസകൾ കൂടിയുണ്ട്. ആദ്യത്തേത് ഇംതിയാസ് ബേഗം സാഹിബായുടേതാണ്. അവർ മൗലാന മുഹമ്മദ് മുനവർ സാഹിബ് മർഹൂമിന്റെ, അദ്ദേഹം ഈസ്റ്റ് ആഫ്രിക്കയിൽ മുബല്ലിഗായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഡിസംബർ 15 അവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1936 അവർ ജനിച്ചത്. നവംബർ 24, 1952 ഇവരുടെ വിവാഹം മൗലാന മുഹമ്മദ് മുനവർ സാഹിബുമായി നടന്നു. അവർ മൗലവി സാഹിബിന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. വിവാഹം മുതൽ മൗലവി മുഹമ്മദ് മുനവർ സാഹിബ് റിട്ടയർ ആയി ഫീൽഡിൽ നിന്നും തിരിച്ചു വന്ന 3-4 വർഷം ഒഴികെ മറ്റു മുഴുവൻ കാലവും മർഹൂമാക്ക് തന്റെ വഖഫെ സിന്ദഗിയായ ഭർത്താവിന്റെ കൂടെ കെനിയ, തൻസാനിയ, ഫലസ്തീൻ, നൈജീരിയ മുതലായ സ്ഥലങ്ങളിൽ സേവനത്തിനുള്ള ഭാഗ്യം ലഭിച്ചു. മൗലവി മുഹമ്മദ് മുനവർ സാഹിബ് തന്റെ ഒരു പുസ്തകം ഒരു നല്ല ഭാര്യയുടെ ഓർമ്മക്ക് എന്നതിൽ തന്റെ 2 ഭാര്യമാരുടെയും പരസ്പരമുള്ള പെരുമാറ്റത്തെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഇതുപോലെ ജീവിക്കണം. മൗലാന മുഹമ്മദ് മുനവർ സാഹിബിന്റെ ആദ്യ ഭാര്യയെ, ഈ ഭാര്യ ഇപ്പോൾ വഫാത്തായ രണ്ടാമത്തെ ഭാര്യ, എല്ലായ്പ്പോഴും ആപ്പ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നത്. ഒരിക്കലും ആദ്യ ഭാര്യ എന്നോ മറ്റോ പറഞ്ഞിരുന്നില്ല. ഒരിക്കലും തന്നെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടില്ല. 2 ഭാര്യമാരുടെയും പരസ്പരമുള്ള പെരുമാറ്റം വളരെ ഉന്നതമായിരുന്നു. 2 പേരും 2 പേരുടെയും കുട്ടികളെ ഇത്രമാത്രം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആളുകൾ അവരുടെ കുട്ടികളോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇവർ 2 പേരിൽ നിങ്ങളുടെ യഥാർത്ഥ മാതാവ് ആരാണ്? മറ്റുള്ളവരുടെ സാമ്പത്തിക ആവശ്യം പൂർത്തിയാക്കുന്നതിനായി തന്റെ പെൻഷൻ പണം എടുത്തും ചില സമയത്ത് കടമെടുത്തും നൽകാറുണ്ടായിരുന്നു. ഇവരുടെ മകൻ മുബാറക് അഹമ്മദ് താഹിർ സാഹിബ് സെക്രട്ടറി നുസ്രത് ജഹാം റബുവ ആണ്. അദ്ദേഹം പറയുന്നു, വളരെയധികം ദീനീ സേവനത്തിനുള്ള ആവേശമുള്ള ധൈര്യശാലിയായ വനിതയായിരുന്നു. അഹമ്മദികളെയും അനഹമ്മദികളെയും ഒരേപോലെ സഹായിച്ചിരുന്നു. മുബാറക് അഹമ്മദ് താഹിർ സാഹിബ് ആദ്യ മാതാവിലുള്ളതാണ്. ഈ മാതാവിൽ ഇപ്പോൾ വഫാത്തായ മൗലാന മുഹമ്മദ് മുനവർ സാഹിബിന്റെ ഭാര്യയിൽ ഒരു മകൾ അമത്തുന്നൂർ താഹിറ സാഹിബായുണ്ട്. അവർ അബ്ദുൾ റസാഖ് സാഹിബ് മുബല്ലിഗ് സിൽസിലയുടെ ഭാര്യയാണ്. അള്ളാഹു മർഹൂമായുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ നന്മകൾ ഇവരുടെ മക്കളിൽ നിലനിർത്തുമാറാകട്ടെ. അടുത്ത ജനാസ സിസ്റ്റർ സൈനബ് വസീം സാഹിബയുടേതാണ്. ഇവർ കമാലുദ്ദീൻ കാലൂൻ സാഹിബ് USA മകളാണ്. അവർ ഡിസംബർ 6 84-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർക്ക് ലജ്ന ഇമായില്ല, സദർ, ക്യൂൻസ്ലാൻഡ് കൂടാതെ വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. വളരെയധികം നല്ല ജമാഅത്തിന്റെ വേദനയുള്ള മുഖലിസായ ഒരു വനിതയായിരുന്നു. ലോക്കൽ അമേരിക്കക്കാരിയായിരുന്നു. ഇവരുടെ ഭർത്താവും 2 മക്കളും ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത ജനാസ അമത്തുർ റഹ്മാൻ സാഹിബ കാൽഗരിയുടേതാണ്. 61-ാമത്തെ വയസ്സിൽ ക്യാൻസർ കാരണം മരണപ്പെടുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെയധികം നല്ല നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന, തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന മുത്തക്കിയായ വനിതയായിരുന്നു. ഉമറ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. വിശുദ്ധ ഖുർആനും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളോടും പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. മർഹൂമ മൂസിയ ആയിരുന്നു. അടുത്ത ജനാസ സയ്യിദ വസീമ ബേഗം സാഹിബായാണ്. ഇവർ ഹസ്രത്ത് സയ്യദ് വലിയുല്ലാ ഷാ സാഹിബ്
മർഹൂമിന്റെ പുത്രിയാണ്. ഇവർ അമേരിക്കയിലാണ്. ഹസ്രത്ത് സയ്യദ് വലിയുല്ലാ ഷാ സാഹിബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഏറ്റവും മൂത്ത അമ്മാവനായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മൂത്ത മകളാണ്. 80-ാമത്തെ വയസ്സിൽ ഇവർ വഫാത്തായിരിക്കുന്നു. മാഷാ അല്ലാ, വലിയ പ്രത്യേകതകളുടെ ഉടമയായിരുന്നു. എന്റെ ഓരോ ഖുത്ബക്ക് ശേഷവും ഇവരുടെ ഫോൺ വരാറുണ്ടായിരുന്നു. എന്നോട് പ്രത്യേകിച്ച് ദുആക്ക് വേണ്ടി പറയുമായിരുന്നു. തന്റെ മക്കളോട് നേരായ മാർഗത്തിൽ നിലനിൽക്കാൻ പറയുമായിരുന്നു. ഇവരുടെ മകൻ നദീം ഖാസി സാഹിബ് എഴുതുന്നു, ഇദ്ദേഹം സദർ ജമാഅത്താണ്. അല്ലാഹു ഇവരുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ നന്മകൾ ഇവരുടെ മക്കളിൽ നിലനിർത്തുമാറാകട്ടെ. അടുത്ത ജനാസ മിയ അബ്ദുൽ കയ്യൂം സാഹിബിന്റേതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മിയ ഖാസിം അഹമ്മദ് സാഹിബ് മർഹൂം കോയിട്ടയുടെ മകനാണ്. 88-ാമത്തെ വയസ്സിൽ ഡിസംബർ 6-ന് ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ പ്രേമമായിരുന്നു. ഖിലാഫത്തുമായി വളരെ നല്ല ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ നിക്കാഹ് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ആണ് നടത്തിയത്. വക്കീലിന്റെ ഉത്തരവാദിത്വവും ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് നിർവഹിച്ചത്. മുഹമ്മദ് മുസ്തഫ സാഹിബ് വറങ്കി ടൗൺ ഹൽക്ക കറാച്ചിയുടേതാണ് അടുത്ത ജനാസ. 27 സെപ്റ്റംബറിന് ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1971 ഇദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. കുടുംബത്തിൽ ഏക അഹമ്മദിയായിരുന്നു. അഹമ്മദിയത്ത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹിക്കേണ്ടതായി വന്നു. സഹോദരങ്ങൾ ഗ്രാമക്കാരുടെ മുമ്പിൽ കെട്ടിയിട്ട് പീഡനത്തിന് വിധേയനാക്കി. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിനു മുമ്പ് ഇദ്ദേഹവും അഹമ്മദിയത്തിന്റെ ശക്തരായ എതിരാളികളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. എന്നാൽ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം ഇദ്ദേഹത്തിന്റെ അവസ്ഥ മാറിമറിഞ്ഞു. ജമാഅത്തുമായി എപ്പോഴും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം തന്റെ ഹൽക്കയിൽ സെക്രട്ടറി തലീമുൽ ഖുർആൻ വഖഫ് ആർസി, മുറബി അത്ഫാൽ, സെക്രട്ടറി ദഅവത്തെ-ഇലല്ലാ, പ്രാദേശിക മുഅല്ലിം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കാൻ തൗഫീക്ക് ലഭിച്ചു. അനേകം അത്ഫാലുകൾക്കും നാസിറാത്തുകൾക്കും ലജനകൾക്കും വിശുദ്ധ ഖുർആൻ തർജമയോടുകൂടി പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആന്റെ വലിയ ഭാഗം മനഃപ്പാഠമായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകനുണ്ട്. അദ്ദേഹം മുറബി സിൽസിലയാണ്. നദീർ അഹമ്മദ് സാഹിബ് ചക്വാൻ. ജൂലൈ 21-ന് ഇദ്ദേഹം വഫാത്തായി. ജനാസ ഗായിബ് നമസ്കരിക്കാൻ അപേക്ഷിച്ചിരുന്നു. ഹസ്രത്ത് മൗലവി കരീമുദ്ദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ സഹാബിയുടെ മകനാണ് ഇദ്ദേഹം. 1930-ൽ ഇദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തെ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിനെ സേവിക്കുന്നതിനായി കാദിയാനിൽ ഉപേക്ഷിച്ചുപോയി. അവിടെ അദ്ദേഹം 17 വർഷം താമസിച്ച് നല്ല നിലയിൽ സേവനമനുഷ്ഠിച്ചു. മർഹൂം മൂസിയായിരുന്നു. അങ്ങേയറ്റത്തെ മുഖ്ലിസായ ഖിലാഫത്തിനോട് അപരിമിതമായ സ്നേഹമുള്ള ആളായിരുന്നു. ഫത്തഹ് മുഹമ്മദ് ഖാൻ സാഹിബ് 28 നവംബറിന് ഇദ്ദേഹം വഫാത്തായി. വളരെ നല്ല സത്പ്രകൃതക്കാരനായ ആളായിരുന്നു. സംതപ്ത കുടുംബത്തിൽ 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ മകൻ ഹാഫിസ് ബുർഹാൻ മുഹമ്മദ് സാഹിബ് വഖഫെ സിന്ദഗിയാണ്. ജാമിയ അഹമ്മദിയയിൽ ഉസ്താദാണ്. ഒരു മരുമകൻ മീർ അബ്ദുർ റഷീദ് തബസ്സും സാഹിബ് മർഹൂം മുറബി സിൽസില ആയിരുന്നു. അല്ലാഹു ഈ എല്ലാ മർഹൂമിങ്ങളുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ ദുഃഖിതർക്ക് സഹനവും ധൈര്യവും ക്ഷമയും നൽകുമാറാകട്ടെ. നന്മയിൽ നിലനിർത്തട്ടെ. ആത്മാർത്ഥതയോടും കൂറോടും കൂടി ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.